അഡിനോയിഡ് ശരിക്കും സർജറി ചെയ്ത് റിമൂവ് ചെയ്യേണ്ടതുണ്ടോ? അധിക പാരന്റ്സിനുള്ള സംശയമാണ് അഡിനോയിഡ് വലുതായിട്ടുണ്ട്, സർജറി ചെയ്യേണ്ടതുണ്ടോ എന്ന് അധിക ആളുകളും ചോദിക്കാറുണ്ട്. അഡിനോയിഡ് നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി കാര്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ്. ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ്, അതായത് നമ്മുടെ ശരീരത്തിലേക്ക് ഒരു ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ആദ്യമായിട്ട് ട്രാപ്പ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഈ അഡിനോയിഡ്. നമ്മളൊരു ഇമ്മ്യൂണിറ്റി ട്രെയിനിങ് സെന്റർ എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് ആന്റിബോഡീസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഒരു മേജർ ആയിട്ടുള്ള ഒരു ലിംഫോയിഡ് സിസ്റ്റമാണ് ആക്ച്വലി ഈ ഒരു അഡിനോയിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഈ അഡിനോയിഡ് ഇൻഫെക്ഷൻ അവിടെ ട്രാപ്പ് ചെയ്യുന്നത് കാരണം തന്നെ ബാക്കി സ്ഥലങ്ങളിലേക്കുള്ള ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവാതെ പോവുകയും അതോടൊപ്പം തന്നെ ചെവിയിലേക്കുള്ള ഇൻഫെക്ഷൻ, സൈനസൈറ്റിസ് വരാതിരിക്കാനൊക്കെ അത് സഹായിക്കുന്നുണ്ട്. കുട്ടികൾ ഇത് കൂടുതലായിട്ട് വലുതാവാനുള്ള പ്രധാനപ്പെട്ട കാരണം അവർ ഒരുപാട് രോഗാണുക്കൾക്ക് കൂടുതലായിട്ട് എക്സ്പോസ്ഡ് ആവുന്നുണ്ട്. പ്രധാനമായിട്ടും 4 ഗ്രേഡിലാണ് ഈ അഡിനോയിഡ് വലുതാവുന്നത്. ഗ്രേഡ് 1 മുതൽ ഗ്രേഡ് 4 വരെയാണ്. ഗ്രേഡ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 25% ബ്ലോക്ക് ഉണ്ടെന്നാണ് അതിനർത്ഥം. അങ്ങനെയുള്ള കുട്ടികളിൽ അഡിനോയിഡ് ചെറുതായിട്ട് മാത്രമേ വലുതായിട്ടുണ്ടാവുള്ളൂ, വലിയ ബുദ്ധിമുട്ടൊന്നും കാണിക്കണമെന്നില്ല. എന്നാൽ ഗ്രേഡ് 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 25 മുതൽ 50% ബ്ലോക്ക് ഉണ്ടാവും. ഇങ്ങനെയുള്ള കുട്ടികളിൽ ചെറിയ രീതിയിൽ അഡിനോയിഡ് വലുതായിരിക്കും, വല്ലപ്പോഴും ഒരു കൂർക്കം വലിയോ അതുപോലെ തന്നെ വായ തുറന്നുറങ്ങാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഗ്രേഡ് 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 50 മുതൽ 75% വരെയാണ്. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് അഡിനോയിഡ് നല്ല രീതിയിൽ വലുതായിട്ടുണ്ടാവും. അത് മാത്രമല്ല ഫ്രീക്വന്റ് ആയിട്ട് കുട്ടികൾക്ക് മൂക്കടപ്പ് ഉണ്ടാവാനും കൂർക്കം വലി ഉണ്ടാവാനും അതുപോലെ തന്നെ വായ തുറന്നുറങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. 75% മുകളിലാണ് ബ്ലോക്ക് എങ്കിൽ അതിനെയാണ് നമ്മൾ ഗ്രേഡ് 4 എന്ന് പറയുന്നത്. ഈ കുട്ടികൾക്ക് സിവിയർ ആയിട്ടുള്ള ബ്ലോക്ക് ആണ് ഉണ്ടാവുന്നത്. അങ്ങനെയുള്ള കുട്ടികൾ കൂടുതലായിട്ട് മൂക്ക് നല്ല രീതിയിൽ അടയുകയും വായ എപ്പോഴും തുറന്നു വെച്ച് ഉറങ്ങാനും അവരുടെ മുഖം കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഈ കുട്ടികൾക്ക് അഡിനോയിഡിന്റെ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത്. ഒരു ചെറിയ രീതിയിൽ കൂർക്കം വലിയോ അതുപോലെ തന്നെ വായ തുറന്ന് ഉറങ്ങുന്ന ഒരു ഹാബിറ്റ് നിങ്ങളെ കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ നല്ല രീതിയിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നമുക്കത് അറിയാൻ പറ്റും. പെട്ടെന്ന് തന്നെ നമുക്ക് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിത് സർജറി ചെയ്ത് ഒഴിവാക്കേണ്ട കാര്യമില്ല. കാരണം ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഈ അഡിനോയിഡ് വലുതായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് DNA എന്ന് പറഞ്ഞിട്ടുള്ള ഡയഗ്നോസ്റ്റിക് നേസൽ എൻഡോസ്കോപ്പി നമുക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കുട്ടിക്ക് ഏത് ഗ്രേഡിലാണ് അഡിനോയിഡ് വലുതായിട്ടുള്ളത് എന്ന് താഴെ കമന്റ് ചെയ്യൂ.